Dominic and Ladies Purse movie review. Welcome to Dominic Detective Agency. First, Genre ഒരു കോമഡി ത്രില്ലർ മൂവി ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സെക്കൻഡ്, ഡയറക്ഷൻ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാഗായിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തണ ഒരു എലമെൻറ്റ്സ് കുറവുള്ള പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും കുറച്ചുകൂടി എൻഗേജിങ് ആവുന്നുണ്ട്. എസ്പെഷ്യലി എൻ പാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് അത് നല്ല, അതായത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ള ഒരു മൂഡിലോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തേർഡ്, സിനിമാറ്റോഗ്രഫിയും ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തില്ല. ചില ഷോട്ടൊക്കെ ആണെങ്കിൽ ക്യാമറമാനൊക്കെ ഇപ്പം ഇങ്ങോട്ട് പോവുകയാണ് എന്ന് നമുക്കത് അങ്ങ് ഫീൽ ചെയ്യണ പോലെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും അതും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മേ ബി അത് സ്റ്റോറിയുടെ കൂടെ ആകാം. ഫോർത്ത്, എഡിറ്റിങ്ങും ഫസ്റ്റ് ഹാഫിൽ ആ ലാഗ് വന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും എഡിറ്ററിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളും എനിക്ക് മൂവിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഫ്ത്ത്, മ്യൂസിക് ഓക്കെയാണ്. സെക്കൻഡ് പാർട്ടിലാണ് എനിക്ക് കുറച്ചുകൂടി അത് എൻ്റർടൈനിങ് ആയി തോന്നിയത്. അതുപോലെ ഇതിൽ ഡബ്ബിങ് നമ്മൾ ആ സാധാരണ കണ്ടുവരുന്ന മൂവിയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പക്ഷെ എനിക്കത് ഫുള്ളി ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. സിക്സ്, കാസ്റ്റിംഗ്. മമ്മൂട്ടിയാണ് മെയിൻ ക്യാരക്ടർ റോൾ ചെയ്തിരിക്കുന്നത്. അത് ആ ക്യാരക്ടറിനെ വളരെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് സുഷ്മിത ഭട്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അതും നന്നായിട്ടാണ് ചെയ്തത്. പിന്നെ ബാക്കി ആരുടെ എനിക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു പെർഫോമൻസ് ഫീൽ ചെയ്തില്ല. കഥ മൊത്തത്തിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ ലാഗ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ഹാഫോട് കൂടിയാണ് നമുക്ക് കഥ കുറച്ചുകൂടി എൻ്റർടൈനിങ് അല്ലെങ്കിൽ നമ്മൾ അതിലോട്ട് ഇച്ചിരി എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ റേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 6.8. ഓക്കെ.